ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രീതിയും ശ്രുതിയും കൂടി പല പല കാര്യങ്ങൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതെല്ലാം കേട്ട് നമ്മുടെ അശ്വിൻ ദേഷ്യം വന്നിട്ട് കാർ എടുത്തിട്ട് തിരിച്ചങ്ങോട്ട് പോകുക കേട്ടോ. അതിനുശേഷം ശ്രുതിക്ക് ഉറക്കമൊന്നും വരാണ്ട് ശ്രുതി അവിടെ ഇരിക്കണ കാണുമ്പോൾ പ്രീതി വരുന്നുണ്ട്. എന്താ ശ്രുതി, നീ ഇന്ന് ഉറങ്ങുന്നില്ലേ? ഇല്ല ചേച്ചി, ദേ പുറത്ത് നല്ല നിലാവ്, ഞാൻ കുറച്ചേരം നിലാവത്തൊന്ന് സമാധാനമായിട്ടിരിക്കട്ടെ. അതെന്നാ നിനക്ക് ഉറക്കം വരാതെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല ചേച്ചി, ഞാൻ കുറച്ചേരം ഇരിക്കട്ടെ, അതിനുശേഷം ഞാൻ വരാം, ചേച്ചി പോയി കിടന്നോ എന്ന് പറയണം. ശരി എന്നാ പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞിട്ട് പ്രീതി അകത്തേക്ക് കയറി പോവാണ്. ശ്രുതി മുറ്റത്തേക്ക് ഇറങ്ങുവാട്ടോ. അപ്പൊ നല്ല നിലാവുണ്ട്. നിലാവിന്റെ സമയത്ത് ശ്രുതി പടിയിലിറങ്ങി കുറെ നേരം നിലാവ് നോക്കുവാണ്. ആ സമയത്ത് ശ്യാം അങ്ങോട്ടേക്ക് ഒരു കപ്പ് ചായയിട്ട് വരുവാണ്. ഹലോ ശ്രുതി മേഡം എന്ന് പറയുമ്പോൾ, ശ്യാം സാർ ഉറങ്ങിയില്ലായിരുന്നോ? ഞാൻ ഉറങ്ങിയില്ല. ഒരു പെൺകുട്ടിയെ നിലാവ് കണ്ടിട്ട് രാത്രി പകലാക്കാൻ വേണ്ടി ഇരിക്കുവാണ്. തന്റെ മനസ്സിലെ ഭാരവും വേദനയൊക്കെ അലിയിപ്പിച്ച് കളയണം നിലാവിൽ എന്ന് പറയുവാണ്. ശ്രുതി ചായ കുടിക്കുക എന്ന് പറയാണ്. താങ്ക് യു സർ എന്ന് പറഞ്ഞിട്ട് ആ ചായ മേടിക്കുന്നുണ്ട് ശ്രുതി. അതിനുശേഷം നമ്മുടെ ശ്യാം പറയുന്നുണ്ട്, ഞാനൊരു കാര്യം ചോദിച്ചാൽ ശ്രുതി തെറ്റിദ്ധരിക്കോ? ശ്രുതിക്ക് എന്നോട് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, ഇഷ്ടക്കുറവ് എന്തെങ്കിലും ഉണ്ടാവോ? എന്താ സർ, ഞാൻ സാറിനോട് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ഞാൻ പറയുന്ന കാര്യം കേട്ട് ശ്രുതിനോട് പിണങ്ങാനൊന്നും പാടില്ല. ഞാൻ തന്നെ സർ സാറിനോട് പിണങ്ങണത്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയുവാണ്. എങ്കിൽ ശ്രുതി സത്യം പറ, ഇന്ന് എന്താ നടന്നത് ആ അശ്വിൻ സായരാമിന്റെ വീട്ടിൽ എന്ന് ചോദിക്കുവാണ്. അതോ, അതെ, അവിടെ എന്താ നടന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നുമില്ല സർ എന്ന് പറയുവാണ്. സാറിന് അറിയാലോ, എനിക്ക് ആ പണിക്ക് പോകാൻ സാറ് പറഞ്ഞ പോലെ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. പിന്നെ നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ സർ, എൻ്റെ വീട്ടിലെ അവസ്ഥ സാറിന് നന്നായിട്ട് അറിയാലോ. അത് മാത്രമല്ല, സാറ് പണം തന്ന് സഹായിക്കാന്ന് പറഞ്ഞു, പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല സർ. അതൊരു താൽക്കാലികമായിട്ടുള്ള രക്ഷപ്പെടൽ മാത്രമല്ലേ. എൻ്റെ അപ്പേനും അമ്മേനെയും എനിക്ക് രക്ഷിക്കണം, അതിനുവേണ്ടി എനിക്ക് ഈ ജോലി ചെയ്തേ പറ്റൂ സർ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ജോലിക്ക് പോണത്. ശരി, ശ്രുതി ഇതൊക്കെ പറഞ്ഞു, പക്ഷെ ഇന്ന് എന്താ സംഭവിച്ചെന്ന് ശ്രുതി ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ്. സർ, ഞാൻ സാറിനോട് പറയാം. അത് വേറൊന്നുമില്ല സർ, ഞാനൊരു പെൺകുട്ടിയാണ്, അർദ്ധരാത്രിയാണ് എന്ന് പോലും വിചാരിക്കാതെ അയാൾ എന്നെ വഴിയരികിൽ തനിച്ചാക്കിയിട്ട് വണ്ടി എടുത്തു പോയി സർ. പിന്നെ ചെളിവെള്ളത്തിലും തള്ളിയിട്ടു എന്ന് പറയുവാണ്. അശ്വിൻ സാറാമോ? അതെ സർ. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് നടന്നാ വന്നത്, ഒരുപാട് പേടിച്ച ഞാൻ വന്നത്. ഒരു പെൺകുട്ടിയാണെന്നുള്ള പരിഗണന പോലും അയാൾ എനിക്ക് തന്നില്ല സർ എന്നൊക്കെ പറയുവാണ്. അതിനുശേഷം ശ്രുതി പറയുന്നുണ്ട്, ശരി സർ, ചായ തന്നതിൽ താങ്ക്സ് കേട്ടോ, ഞാൻ എന്താ പോയി ഉറങ്ങട്ടെ, ഗുഡ് നൈറ്റ് സർ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അകത്തേക്ക് കയറി പോവാണ്. ശ്യാം ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ്, നീ ഇത്രമാത്രം എൻ്റെ ശ്രുതിയെ ദ്രോഹിച്ചല്ലേ, നിനക്ക് ഞാൻ ഇതിന് തക്കതായ ശിക്ഷ തരും അശ്വിൻ, നീ നോക്കിക്കോ, നിന്നെ ഞാൻ ഇതിനെന്തായാലും നിനക്ക് തിരിച്ചടി തന്നിരിക്കും എന്നൊക്കെ ശ്യാമിനാകെ ദേഷ്യം വരുവാട്ടോ. ശ്രുതിനെ അങ്ങനെയൊക്കെ അശ്വിൻ ചെയ്തെന്ന് അറിയുമ്പോഴേക്കും. അതിനുശേഷം രാവിലെ തങ്കഞ്ചേട്ടനെയും കാത്ത് ശ്രുതി ഒരു വഴിയരികെ നിൽക്കുക കേട്ടോ. അപ്പോൾ തങ്കഞ്ചേട്ടൻ വരുന്നുണ്ട്. ഹായ് ശ്രുതി മോളെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് തങ്കഞ്ചേട്ടാ. ഞാൻ പറഞ്ഞ സാധനം കിട്ടിയോ? കിട്ടി. മോൾ ഒരുപാട് നേരമോ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണത്? എന്ത് ചെയ്യാനാ മോളെ, പലചരക്ക് കടയൊക്കെ തുറന്ന് കിട്ടണ്ടേ, സമയം ഇത്രയല്ലേ ആയുള്ളൂ. എവിടെ സാധനം എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഒരു കവറിൽ എന്തൊരു പൊതി നമ്മുടെ തങ്കഞ്ചേട്ടൻ ശ്രുതിക്ക് കൊടുക്കുക. അല്ല മോളെ, ഇത് ആർക്കുള്ള പണിയാണ്? അതെ, വേറൊന്നുമല്ല ചേട്ടാ, എന്നോട് ഇന്നും നമ്മുടെ വർക്ക്ഷോപ്പിലെ മണിയേട്ടനാ ഇങ്ങനത്തെ ഒരു ഐഡിയ പറഞ്ഞു തന്നത്. ഇതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഉപകാരം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. ഇത് ആർക്കുള്ള പണിയാ? എന്തായാലും പണി കൊടുക്കുന്ന ആൾക്ക് നല്ല അടിപൊളി പണി തന്നെ കൊടുക്ക്, എൻ്റെ വക കുറച്ച് കൂടുതൽ ഇട്ടോ വേണമെങ്കിൽ എന്ന് പറയുവാണ്. ശരി ചേട്ടാ, താങ്ക്സ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് ഓടിപ്പോവാണ്. ശ്രുതി പോയി കഴിയുമ്പോൾ തങ്കച്ചേട്ടൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര, ആർക്കാണാവോ അവൾ പണി കൊടുക്കാൻ പോണത്, ഇനി എനിക്കെങ്ങാനും ആണോ എന്ന് പറഞ്ഞിട്ട് തങ്കച്ചേട്ടൻ അവിടെ നിന്ന് ഓടി പോകുക കേട്ടോ. അങ്ങനെ ശ്രുതി നേരെ എത്തുന്നത് അശ്വിൻ്റെ വീട്ടിലേക്കാണ്. ആ പൊതിയിൽ നിറച്ചും കൽക്കണ്ടമാണ് കേട്ടോ, വലിയ വലിയ കൽക്കണ്ടങ്ങളായിരുന്നു. ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര, ആ കടലമിഠായി ഇന്നലെ ഈ വണ്ടി വെച്ചിട്ടല്ലേ എന്നെ വഴിയിലരികിൽ ഉപേക്ഷിച്ച് പോയത്, ഈ വണ്ടിക്ക് എന്നെ പണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പെട്രോൾ ടാങ്ക് തുറക്കുക കേട്ടോ. ഈശ്വര, ഈ പണി പാളിപ്പോരുതേ, ആ കടലമിഠായിക്ക് അടിപൊളി പണി തന്നെ കിട്ടണേ, ഇന്ന് ഞങ്ങൾക്ക് സീരിയസ് ആയിട്ട് എന്തൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്നൊക്കെയാണ് പറയണത്, ആ മീറ്റിംഗ് ഞങ്ങൾക്ക് പോകാൻ പറ്റാൻ പാടില്ല, അയാൾ നാണം കിടന്ന് ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് ആ ടാങ്കിലേക്ക് 2-3 വലിയ കഷ്ണം കൽക്കണ്ടം ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ടാങ്ക് മൂടിയിട്ട് അവിടെ മാറി നിൽക്കുകയാണ്. അപ്പം അശ്വിനും അതുപോലെ തന്നെ ആകാശവും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ സമയം ശ്രുതി അങ്ങോട്ടേക്ക് മാറി ഒളിച്ചു നിൽക്കുക കേട്ടോ. അതിനുശേഷം ആകാശും അശ്വിനും കൂടി വന്നിട്ട് വണ്ടി എടുക്കുവാണ്. വണ്ടി എടുക്കുമ്പോൾ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അശ്വിൻ ചോദിക്കണ്ട്, ഇതെന്ത് പറ്റി? അയ്യോ ചേട്ടാ, ഈ വണ്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടായല്ലോ, ഇന്നലെ രാത്രി വരെ ഞാൻ ഈ വണ്ടി പോയതാണല്ലോ എന്ന് പറയുവാണ്. എന്നിട്ടിപ്പോൾ ഇത് സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. ആകാശ്, നിന്റെ വണ്ടി എവിടെ? എന്നാണെങ്കിൽ ഭയങ്കര അർജന്റ് മീറ്റിംഗ് ആണ്. അയ്യോ ചേട്ടാ, എൻ്റെ വണ്ടി ചെറിയൊരു കംപ്ലൈൻറ്റ്, ഞാൻ സർവീസിന് കൊടുത്തിരിക്കുക, അഞ്ജലി ചേച്ചിയുടെ വണ്ടി എവിടെ എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ, ചേച്ചിയുടെ വണ്ടി എടുത്ത് അച്ഛനൊരു സ്ഥലം വരെ പോയി. ഇനി ഈ മീറ്റിംഗ് ആണെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, എന്ത് ചെയ്യും ചേട്ടാ? എന്നാൽ നമുക്കൊരു വണ്ടി
വിളിച്ചിട്ട് ഒരു ടാക്സി വിളിച്ച് പോയാലോ എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, ഞാൻ ഒന്നും കൂടി ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ വീണ്ടും വീണ്ടും വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കണം. പക്ഷെ വണ്ടി സ്റ്റാർട്ട് ആവണില്ല. വണ്ടിയിൽ നിന്ന് ഒരു ഒച്ച മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇതെല്ലാം കണ്ടുകൊണ്ട് ശ്രുതി മാറി നിന്ന് ചിരിക്കുക കേട്ടോ. അതിനുശേഷം അശ്വിനാണെങ്കിൽ ദേഷ്യം വന്ന് ഇറങ്ങുവാണ്. പക്ഷേ എന്ത് ചെയ്യൂനോ, ഒന്നൊരു വക കിട്ടണില്ല. ഈ വണ്ടിക്ക് ഇന്നലെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായില്ലേ, ഇനി ഇത് എന്ത് പറ്റി എന്ന് പറയുവാണ്. അപ്പോൾ ആകാശ് വേണം ഞാൻ എന്തായാലും ഒന്ന് വർക്ക്ഷോപ്പിൽ കൊടുത്ത് നോക്കാൻ ചേട്ടാ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വേഗം നമ്മുടെ ശ്രുതിയാണെങ്കിൽ അകത്തേക്ക് കയറി പോവുക. ആ സമയത്ത് നമ്മുടെ ലാവണ്യ തുളസിമാല കെട്ടിക്കൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ. അയ്യോ മേഡം, ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ തുളസിമാല മേടിച്ച് ഒരെണ്ണം ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഒരെണ്ണം തിരിച്ച് ഇങ്ങനെ വെക്കണം, എന്നിട്ട് കെട്ടണം ഇതുപോലെ. ദേ കാർട്ടൂൺ ബേബി, നീ എന്നെ പഠിപ്പിക്കണ്ട, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളാം. ആ ശരി മേഡം, മേഡത്തിന് ഇഷ്ടമുള്ള പോലെ ചെയ്തോ. ശരിക്കും ഞാൻ ഇവിടെ വന്നതേ മേഡത്തിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ. എന്നോടോ? എന്ത് കാര്യം എന്ന് ചോദിക്കുമ്പോൾ, അതെ മേഡത്തിന് നമ്മുടെ സീതാദേവിനെ അറിയില്ലേ? സീതാദേവിയോ? അതെ, ശ്രീരാമന്റെ ഭാര്യ സീതാദേവി. സീതാദേവിനെ രാവണൻ തട്ടിക്കൊണ്ടുപോയി. പക്ഷെ രാവണനെ സീതാദേവിനെ ഒന്ന് തൊടാൻ പോലും പറ്റിയില്ല. കാരണം എന്താ കാർട്ടൂൺ ബേബി എന്ന് ലാവണ്യ ചോദിക്കുമ്പോൾ, സീതാദേവി നല്ല ഉത്തമമായ ഒരു ഭാര്യയാണ്, പതികർമ്മങ്ങളെല്ലാം ചെയ്യണ പതിവ്രതയായിട്ടുള്ള ഭാര്യ. അതുകൊണ്ടിട്ടാണ് നമ്മുടെ രാവണനെ സീതാദേവിനെ തൊടാൻ പോലും പറ്റാത്തത് എന്ന് പറയുമ്പോൾ ലാവണ്യ പുച്ഛത്തോടു കൂടി ശ്രുതിനെ നോക്കുവാട്ടോ. എന്താ മേഡം നോക്കണത്? ഭാര്യമാരെന്ന് വെച്ചാൽ അങ്ങനെ നിസ്സാരക്കാരൊന്നും അല്ല, നല്ല ഭാര്യമാർക്ക് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് പറയാണ്. ആ സമയത്ത് മനോരമ വരുന്നുണ്ട്. വന്നോ എടി നിനക്ക് എന്തെങ്കിലും കഥ പറയാണ്ടെങ്കിൽ അത് ലാവണ്യയുടെ ചെവിയുടെ അടിക്കത്ത് പോയി പറഞ്ഞു കൊടുത്താൽ പോലെ, ഈ വീട് മൊത്തം കേൾക്കാൻ വേണ്ടി നീ എന്തിനാടി ഈ പുരാണ കഥകൾ രാവിലെ തന്നെ വന്ന് പറയണത് എന്ന് പറയുവാണ്. ആ സമയത്ത് അഞ്ജലി വരുന്നുണ്ട്. ആന്റിയുടെ കയ്യിൽ കുങ്കുമമുണ്ടോ? എന്താ ബേബി? അല്ല, എൻ്റെ കയ്യിലെ കുങ്കുമം നോക്കിയിട്ട് കാണുന്നില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ശ്രുതി ലാവണ്യ എടുത്ത് പറയണ്ട. മേഡം, പിന്നെ വേറൊരു കാര്യം, നമ്മുടെ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് മാത്രം കിട്ടുന്നൊരു സൗഭാഗ്യമാണ് സിന്ദൂര രേഖയിൽ സിന്ദൂരം ചാർത്താനുള്ള ഒരു സൗഭാഗ്യം എന്ന് പറയുവാണ്. ആ സമയത്ത് മനോരമ പറയണ്ട. അത് ഈ കാർട്ടൂൺ ബേബി പറഞ്ഞാൽ ശരിയാണ്, ഈ നെറുകില് സിന്ദൂരം ചാർത്താന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ അഞ്ജലി പറയണ്ട്. അതും വലിയൊരു കാര്യം തന്നെയാണ്, പക്ഷെ വേറൊരു സംഭവമുണ്ട്. കല്യാണത്തിന് മുമ്പ് ചില പെണ്ണുങ്ങൾ മേത്തും മുഖത്തും ഒക്കെ സിന്ദൂരം ചാർത്ത് നടക്കാറുണ്ട്, സിന്ദൂരം കൊടഞ്ഞിടാറുമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ശ്രുതിക്ക് മനസ്സിലായി ശ്രുതിനെ പറ്റിയാ പറഞ്ഞത്. ആ സമയത്ത് ശ്രുതി ആ കാര്യം ആലോചിക്കുകയാണ്. അശ്വിനായിട്ട് കൂട്ടിമുട്ടി രണ്ടുപേരുടെ ദേഹത്ത് ഫുള്ള് മുഖത്തൊക്കെ കുങ്കുമമായ കാര്യം. അപ്പോഴേക്കും അശ്വിൻ അങ്ങോട്ട് വരുന്നുണ്ട്. കുഞ്ഞ നീ പോയില്ലേ? ഇല്ല ചേച്ചി, വണ്ടിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, അതുകൊണ്ട് ഞാൻ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തിട്ടില്ല, ഇവിടെ വെക്കാന്ന് വിചാരിച്ചു. എൻ്റെ ക്ലയൻസ് എല്ലാം ഇപ്പം ഇവിടെ വരും. അയ്യോ കുഞ്ഞ, ഇവിടെ വെച്ചിട്ടോ? അതെ ചേച്ചി രാമേട്ടനോട് പറഞ്ഞിട്ട് ഒരു റൂം മീറ്റിങ്ങിന് വേണ്ടി അറേഞ്ച് ചെയ്യാൻ പറ, ഇന്നാണെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ആണ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അകത്തേക്ക് പോവാം. ശരി കുഞ്ഞ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അശ്വിൻ അങ്ങോട്ടേക്ക് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അതേസമയം നമ്മുടെ ആകാശാണെങ്കിൽ വണ്ടി വർക്ക്ഷോപ്പിലേക്ക് കൊടുക്കാൻ വേണ്ടി വർക്ക്ഷോപ്പിൽ പോകുമ്പോഴേക്കും അവിടെ നമ്മുടെ വർക്ക്ഷോപ്പിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ശ്രുതിയുടെ വീട്. അപ്പോൾ അവിടെ പ്രീതി തുണി അലക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ തങ്കഞ്ചേട്ടൻ അതിൽ വഴി വന്നിട്ടുണ്ട്. തങ്കഞ്ചേട്ടൻ പറഞ്ഞിട്ട് സാറേ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, വണ്ടിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ, നല്ല വർക്ക്ഷോപ്പിൽ തന്നെ സാറ് വന്നിരിക്കുന്നത്. ഇതേ നല്ല മിടുക്കനാ ഇവനെ കാണുന്ന പോലെയൊന്നും അല്ല, പെട്ടെന്ന് തന്നെ സംഭവം കണ്ടുപിടിക്കും. സാറ് ഇവിടെ നിൽക്ക്, വണ്ടിയുടെ കംപ്ലൈൻറ്റ് എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് അവൻ പറഞ്ഞു തരും എന്ന് പറയുവാണ്. പെട്ടെന്നാണ് നമ്മുടെ തങ്കച്ചേട്ടൻ ഹലോ പ്രീതി മോളെ എന്ന് പറഞ്ഞിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പ്രീതി ചേട്ടാ ഗുഡ് മോർണിംഗ് എന്ന് പറയാണ്. പക്ഷെ പ്രീതി ആകാശിനെ കാണുന്നില്ല കേട്ടോ. അങ്ങനെ ആകാശ് ഇങ്ങനെ പ്രീതി കണ്ടില്ലല്ലോ, എന്തായാലും ഇവിടെ നിൽക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് നമ്മുടെ പ്രീതിനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. പിന്നീട് നമ്മുടെ ലാവണ്യ ചായ എടുക്കാൻ പോകുമ്പോൾ ശ്രുതിയും അടുക്കളയിലേക്ക് പോകണ്ട. ലാവണ്യമേമ ചായ എടുക്കുവാണോ? അതെ, എനിക്കെന്താ ചായ ഉണ്ടാക്കാൻ അറിയില്ല എന്നാണ് നിന്റെ വിചാരം? മേഡം ഇങ്ങനെ ടീ ബാഗ് കൊണ്ട് ചായ ഉണ്ടാക്കല്ലേ? ഇവിടുത്തെ എല്ലാവർക്കും തേയില വെച്ച് ചായ ഉണ്ടാക്കണത് ഇഷ്ടം. എന്താ ഇങ്ങനെ ഉണ്ടാക്കി ആരും കുടിക്കില്ലേ? മേഡത്തിന് വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നത്. എന്ത് കാര്യം? മേഡത്തിന് കൃഷ്ണ ഭഗവാൻ അറിയാവോ? രാധാദേവിനെ കൃഷ്ണ ഭഗവാനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ കൃഷ്ണ ഭഗവാൻ രാധാദേവിയും ഒരിക്കലും ഒന്നിച്ചില്ല. കാരണം എന്താണെന്നറിയാവോ? അവർ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവര് പിരിയേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ ലാവണ്യ ആകെ ഞെട്ടുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.